സായിബാബയുടെ സച്ചരിതം എഴുതിയ ആളെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഹേമന്ത് പാന്ത് എന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം എഴുതിയത്. എങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ജഡ്ജി ആയിരുന്നു. ആ ജഡ്ജി എപ്പോഴും ബോംബെക്ക് അടുത്താണ് താമസിക്കുകയും അദ്ദേഹം ഒരു ജഡ്ജി ആണെങ്കിലും ഒരു യോഗീൻ, എപ്പോഴും പീർ മൗലാന എന്ന് പറഞ്ഞ ഒരു പ്രശസ്തനായ ഒരു മുസ്ലിം സിദ്ധനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോവുക, എപ്പോഴും കാണാൻ പോകും. അപ്പോൾ ഈ പീർ മൗലാന പറയണ്, എന്നെ കണ്ടിട്ട് കാര്യമില്ല, നേരെ സിർദിയിലേക്ക് പോ. അപ്പോൾ ഇദ്ദേഹത്തിന് സിർദിയിലേക്ക് പോകാനും പറ്റുന്നില്ല. ഇദ്ദേഹം ജഡ്ജിയാണ്. ബോംബെക്ക് അടുത്ത് ഒരു പ്രദേശത്താണ് ഇദ്ദേഹം ജഡ്ജി. പക്ഷേ എന്നും ഇതേപോലെ പോകാൻ പറ്റാണ്ടായപ്പോൾ എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. അങ്ങനെ ആ ഭാഗത്തേക്ക് ഇവർക്ക് മാറ്റം കിട്ടി. ഇദ്ദേഹം വന്ന് മാറ്റം കിട്ടുമ്പോൾ ഈ സിർദി സായിബാബ പറയാണ്, അങ്ങനെ എൻ്റെ അടുത്ത് കൂട്, എന്നിട്ട് നമ്മുടെ ദർബാർ എന്ന് പറയുന്നത് എല്ലാവരും കൂടിയിട്ടുള്ളൊരു ദർബാറാണ്. ആ ദർബാറിൽ ഇരുന്ന ഒരു കൊല്ലം വരെ ഇരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി. അങ്ങനെ ഒരു കൊല്ലമൊക്കെ വരെ ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ പേരിലുള്ള ഒരു സച്ചരിതം എഴുതണം, അത് നിനക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ജഡ്ജിക്ക് ആകെ അതിശയായി. ജഡ്ജി പിന്നെ ഒരു കാര്യം, കുറച്ച് കവിതകളൊക്കെ എഴുതുന്ന ഒരാളായിരുന്നു ഈ ഹേമന്ത് പാന്ത് പറഞ്ഞ ആൾ. അദ്ദേഹം ഈ കാര്യം ഏറ്റെടുക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണമെന്ന് പറയുകയും അങ്ങനെ ഇങ്ങോട്ട് പറയണ്, സിർദി സായിബാബ പറയാണ്, ഞാൻ ഒരു ദേവിയായിട്ട് നീ കണക്കാക്കുക. ആദ്യം ഗണപതിനെ ഓർക്കുക, ഗണപതി സ്തുതി അങ്ങനെ പാടുക. അത് കഴിഞ്ഞതിന് ശേഷം നീ ആ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരെ കയ്യിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്യുക കുറേശ്ശെ. ബാക്കിയുള്ളത് എന്നെ ദേവിയായി കണക്കാക്കി നീ ഞാൻ പറയണത് എഴുതിയ അത് ഒരു സച്ചരിതമായി മാറും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം, ജഡ്ജി എന്ന അഹങ്കാരവും കളഞ്ഞു. അതുമാതിരി ക്ഷമ കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ ക്ഷമയോടുകൂടി ഇരുന്ന് എഴുതണമെന്ന് പറഞ്ഞ് അദ്ദേഹം ക്ഷമയോടുകൂടി എഴുതിയ ഒരു സച്ചരിതമാണ് ശ്രീ സായി സച്ചരിതം. അതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സച്ചരിതം എപ്പോഴും മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കും. അതുമാതിരി രോഗങ്ങൾ മാറും. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ നാരായണീയം വായിക്കുന്ന പോലെ തന്നെയാണ് ഇതും. എല്ലാവരും വായിക്കുക, സച്ചരിതം വായിക്കുക, മലയാളത്തിൽ കിട്ടും. അപ്പോൾ എല്ലാതും വായിച്ചതിന് ശേഷം കമൻറ്റ് പറയുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.